ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ ചോറും വേറെ എന്തെങ്കിലും ബിരിയാണി, നെയ്ച്ചോറ്, ചോറ് അല്ലെങ്കിൽ കഞ്ഞി ഒന്നും വേണ്ടെന്ന് തോന്നിയപ്പോൾ കുറേ സമയം അടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഇങ്ങനെയെല്ലാം ഓരോന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കാമെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഈ കാണിക്കുന്ന കറി ഉണ്ടല്ലോ, ഉള്ളിക്കറി, അത്രയും സിമ്പിൾ കറിയാണ്, അത്രയും ടേസ്റ്റുമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിട്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സാധാ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇടുക. അതിന് ശേഷം പച്ചമുളക് ഇടുക. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയല്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് വഴറ്റി നന്നായി വഴറ്റിയ ശേഷം സാധാരണ പ്ലെയിനായിട്ട് തേങ്ങ അരച്ചൊഴിക്കുക. കുറച്ച് വെള്ളമാക്കിയിട്ട് അത്യാവശ്യം ലൂസിലുള്ള നല്ലൊരു കറി. ഇനിയിപ്പോൾ അഥവാ തേങ്ങ അരച്ചിട്ട് ഒഴിക്കുന്നില്ലെങ്കിൽ തേങ്ങാപ്പാലില്ലേ, റെഡിമെയ്ഡ് ടിന്ന് വാങ്ങുന്ന തേങ്ങാപ്പാൽ, ഇല്ലെങ്കിൽ തേങ്ങാപ്പൊടി കലക്കിയിട്ടെല്ലാം ഒഴിക്കുക. എന്തായാലും സൂപ്പർ കറിയാണ്. നമുക്ക് മീനും മുട്ടയും ഇറച്ചിയും ഒന്നും ഇല്ലാത്ത സമയത്തെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി കുറച്ച് ബീഫ് എടുത്ത്, 1 കിലോ ബീഫാണ്, അത് കുക്കറിലിട്ട് 1.5 സ്പൂൺ കാശ്മീരി ചില്ലിയും, ഇനി സ്പൈസസ് നല്ല എരിവാണെന്നുണ്ടെങ്കിൽ സാധാ മുളകിടുക. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത്, എന്നിട്ട് ഇറച്ചി വേവാൻ മാത്രം, അതായത് കുക്കറിന് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത്, ഒരു 7 വിസിൽ വേണ്ടി വന്നില്ല ബീഫ് വേവാൻ. അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം ആവി പോയി തുറന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്, വേറെ ചീനച്ചട്ടിയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ വേറെ കാച്ചി ഒഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അതും ഒരു അടിപൊളി ടേസ്റ്റ് സാധനം കേട്ടോ. മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്. എന്തായാലും എൻ്റെ ഈ ഞാൻ കാണിക്കുന്ന റെസിപ്പീസെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആ ഉള്ളിക്കറിയെല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും ഇതുപോലെ ഇറച്ചികൾ, എന്നാലും അറിയാത്ത ആളെല്ലാം ഒന്ന് ചെയ്ത് നോക്ക്. അത്രയും സിമ്പിളായിട്ട് അത്രയും എളുപ്പത്തിൽ ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. പിന്നെ ദോശക്ക് വെച്ച് അരി എടുത്തിട്ട് മുട്ടാപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. അത് ആ ബീഫിനും ആ കറിക്കെല്ലാം മാച്ചതാന്ന് തോന്നിയപ്പോൾ അങ്ങനെ ആക്കി. ദോശയും മാച്ച് തന്നെയാണ്, എന്നാലും ഇത് കഴിക്കണം തോന്നി അങ്ങനെ ആക്കി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ റെസിപ്പീസെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ല സൗണ്ടുണ്ട്. ആ സൗണ്ട് കാറ്റടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടില്ല, അത് AC-ൻ്റെ സൗണ്ടാണ്. ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല. AC ഇടാണ്ട് ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കാൻ കഴിയില്ല, അത്രയും ചൂടാണ്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഒരു മിനിറ്റ് AC ഓഫാക്കാൻ കഴിയില്ല, ആ ഒരവസ്ഥയാണ്.